Good morning to all. Today let us discuss the topic Tools of Normative Analysis. Welfare Economic Principles, Pareto, Efficiency, Equity and Social Welfare. This is the second subtopic in first module. നോർമാറ്റീവ് അനാലിസിസ്, പോസിറ്റീവ് അനാലിസിസ് നിങ്ങൾക്കറിയാം. എന്താണ് നോർമാറ്റീവ് അനാലിസിസ് എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് നോർമാറ്റീവ് അനാലിസിസിലേക്ക് പോവാം. എന്താ നോർമാറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ, നോർമാറ്റീവ് അനാലിസിസ് ഇൻ ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് വാട്ട് ought to be rather than what is. In positive economics we discuss what is, we deals with what is, the question what is. In normative analysis ഇതെന്താണ്, what ought to be എന്നാണ്. ഇറ്റ് ഇൻവോൾവ്സ് വാല്യൂ ജഡ്ജ്മെൻറ്റ്. നോർമാറ്റീവ് അനാലിസിസിൽ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ഉണ്ടാവും എബൌട്ട് ഇക്കണോമിക് പോളിസീസ്. ഇക്കണോമിക്സിൻ്റെ കാര്യമായതുകൊണ്ട് എക്കണോമിക് പോളിസിയുടെ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് നോർമാറ്റീവ് അനാലിസിസിൽ ഉണ്ടാവാറുണ്ട്. സച്ച് ആസ് വെദർ എ പോളിസി ഈസ് ഫെയർ, എഫിഷ്യൻറ്റ് ഓർ ഡിസൈറബിൾ. നോർമാറ്റീവ് അനാലിസിസ് എന്താണ്, പ്രിസ്ക്രിപ്റ്റീവാണ്. അതേസമയം പോസിറ്റീവ് അനാലിസിസ് ഈസ് ഡിസ്ക്രിപ്റ്റീവ്. ഇറ്റ് ഡിസ്ക്രൈബ് വാട്ട് ഈസ്. പോസിറ്റീവ് അനാലിസിസ് ഡിസ്ക്രൈബ് വാട്ട് ഈസ്. സോ positive analysis is descriptive while normative analysis is prescriptive. It prescribe solution for the economic problems. So it is prescriptive. ഇതാണ് നോർമാറ്റീവ് അനാലിസിസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഡിഫറെൻറ്റ് പർപ്പസ് ഓഫ് നോർമാറ്റീവ് അനാലിസിസ്. ഫസ്റ്റ്, ഇവാലുവേറ്റ് ഗവൺമെൻറ് പോളിസീസ്. എന്താ ടു ഇവാലുവേറ്റ് ഗവൺമെൻറ് പോളിസീസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, നോർമാറ്റീവ് അനാലിസിസ് ഹെൽപ്സ് ഇൻ ജഡ്ജിങ് വെദർ എ ഗവൺമെൻറ് പോളിസി ഈസ് ഗുഡ് ഓർ ബാഡ് based on criteria like equity, efficiency, etc. ഇപ്പം ഒരു ടാക്സ് പോളിസി വരുന്നു, അതെന്ത് ചെയ്യും, ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. ഗവൺമെൻറ് റവന്യൂ വിൽ ഇൻക്രീസ്, ബട്ട് ഇറ്റ് ഹാസ് ഇമ്പാക്റ്റ് ഓൺ ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സ്. ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സ് ലൈക്ക് റിച്ച്, പുവർ, മിഡിൽ ഇൻകം കാറ്റഗറിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും ഗവൺമെൻറ് ടാക്സ് ഇൻക്രീസ് ചെയ്താൽ അല്ലെങ്കിൽ ടാക്സ് പോളിസി ചേഞ്ച് ചെയ്താൽ. അതേസമയം നമുക്ക് എന്തറിയണം, വെദർ ഇറ്റ് ഈസ് ഫെയർ ടു ഡിഫറെൻറ്റ് ഇൻകം ഗ്രൂപ്പ്സ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അതെന്താണ്, ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് നോർമാറ്റീവ് analysis. Judging the policy, that itself is normative analysis. That is good or bad എന്നുള്ളതാണ്. പോളിസി നല്ലതാണോ മോശമാണോ അതെന്താണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് നോർമാറ്റീവ് അനാലിസിസ്. ഒരു പർപ്പസാണ് നോർമാറ്റീവ് അനാലിസിസിൻ്റെ ഒരു പർപ്പസാണിത്. സെക്കൻഡ് വൺ ഈസ് ടു അസസ് ഇക്കണോമിക് വെൽഫെയർ. എന്താ ടു അസസ് ഇക്കണോമിക് വെൽഫെയർ എന്നുള്ളത് കൊണ്ട്, നോർമാറ്റീവ് അനാലിസിസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഓവറോൾ വെൽബീയിങ് ഓഫ് സൊസൈറ്റി ഡ്യൂ ടു എനി ഇക്കണോമിക് ആക്ടിവിറ്റി ഓർ പോളിസി ചേഞ്ച്. ഇപ്പോൾ എന്തെങ്കിലും ഒരു പോളിസി ചേഞ്ച് ഉണ്ടാവുന്നു, ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടാവുന്നു, അവിടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, യൂട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഓവറോൾ വെൽബീയിങ് ഓഫ് ദി സൊസൈറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, നോർമാറ്റീവ് അനാലിസിസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു, അതായത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത്. വെൽഫെയർ മേ നോട്ട് ഇൻക്രീസ്. കാരണം എന്താ, ചിലപ്പോൾ ഇനീക്വാലിറ്റി ഇൻക്രീസ് ചെയ്തേക്കാം. നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇനീക്വാലിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവറോൾ വെൽഫെയർ അവിടെ ഇൻക്രീസ് ചെയ്യണം എന്നില്ല. അതൊക്കെ ചെക്ക് ചെയ്യുന്നത്, അതൊക്കെ അനലൈസ് ചെയ്യുക എന്നുള്ളത്, അസസ് ചെയ്യുക എന്നുള്ളത്, ടു അസസ് ഇക്കണോമിക് വെൽഫെയർ എന്നുള്ളത് നോർമാറ്റീവ് അനാലിസിസിൽ വരുന്നതാണ്. ഇനി തേർഡ് പർപ്പസ് എന്താണ്, to guide decision making in public finance. To guide decision making in public finance. ഇതെന്താ ചെയ്യുന്നത്, ഇതിലെന്താ പറയുന്നത്, ഹെൽപ്സ് പോളിസി മേക്കേഴ്സ് ടു ചൂസ് ഫ്രം ഓൾട്ടർനേറ്റീവ്സ്. ഈ നോർമാറ്റീവ് അനാലിസിസ് പോളിസി മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഓർ ടു ചൂസ് ഫ്രം ഓൾട്ടർനേറ്റീവ്സ്. So helps in designing effective and socially desirable fiscal policies. ഫിസിക്കൽ പോളിസീസിൽ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫിസിക്കൽ പോളിസീസ് ഉണ്ടാവും. ടൈറ്റ് ആയിട്ടുള്ള ഫിസിക്കൽ പോളിസീസ് ഉണ്ടാവും, ലിബറൽ ആയിട്ടുള്ള ഫിസിക്കൽ പോളിസീസ് ഉണ്ടാവും. ഏത് ടൈപ്പ് ഓഫ്
പോളിസീസ് ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗവൺമെൻറ് പ്രോഗ്രാം ഉണ്ടാവും. ആ 2 പ്രോഗ്രാം ചിലപ്പോൾ ബിൽഡിംഗ് ഹോസ്പിറ്റൽ ആയിരിക്കും, അതേസമയം ബിൽഡിംഗ് ഹൈവേ എന്നുള്ളത് അനദർ പ്രോജക്റ്റ് ആയിരിക്കും. ഈ 2 പോളിസിയിൽ നിന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ലൈക്ക് ഹൈവേ വേണോ, അല്ല ഹോസ്പിറ്റൽ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ലൈക്ക് ഹോസ്പിറ്റൽസ് കൊണ്ടുവരണോ, ഇതിലേതാണ് ബെറ്റർ പോളിസീസ് ഗവൺമെൻറ് മസ്റ്റ് ചൂസ് എന്നുള്ളതാണ് പറയുന്നത്. ഹൈവേ എന്നുള്ള ഓപ്ഷൻ വരുന്ന സമയത്ത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കൂടും, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ ഈസി ആവും, പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ രണ്ടിനും എന്തുണ്ട്, രണ്ട് കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സ് ഉണ്ട്. വിച്ച് ഓപ്ഷൻ ബെനഫിറ്റ്സ് സൊസൈറ്റി മോർ എന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് മോർ സോഷ്യലി ഡിസൈറബിൾ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫ്രം ദീസ് 2 ഓൾട്ടർനേറ്റീവ്സ് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നോർമാറ്റീവ് അനാലിസിസ് വഴി ഗവൺമെൻറ്റിന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ടു ഗൈഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ പബ്ലിക് ഫിനാൻസ് എന്നുള്ളതാണ് അടുത്ത പർപ്പസ് എന്ന് പറയുന്നത്. 4th പോയിൻ്റാണ് ടു ഡിറ്റർമൈൻ ഫെയർനെസ് ആൻഡ് എഫിഷ്യൻസി ഇൻ റിസോഴ്സ് അലോക്കേഷൻ. എന്ത് ചെയ്യാറുണ്ട്, റിസോഴ്സ് അലോക്കേഷൻ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ് ഒരു ഡ്യൂട്ടിയാണ് റിസോഴ്സ് അലോക്കേഷൻ. സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നു. സബ്സിഡി എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഹെൽപ്പ് പുവർ സെക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഫെർട്ടിലൈസർ സബ്സിഡി ആണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ സെക്ടറിലെ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെർട്ടിലൈസർ സബ്സിഡി കൊടുക്കുന്നു. അപ്പോൾ ഇതെന്താണ്, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിസോഴ്സ് അലോക്കേഷൻ ആണ്. ഹൗ ദിസ് റിസോഴ്സസ് ആർ യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എന്നുള്ളത് എന്താണ്, ഇസ് എ നോർമാറ്റീവ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഇറ്റ് കോസിങ് ഓവർ യൂസ് ഓർ വേസ്റ്റ് എന്നുള്ളത് എന്താണ്, നോർമാറ്റീവ് അനാലിസിസ് ആണ്. ഇത്രയുമാണ് പർപ്പസസ് ഓഫ് നോർമാറ്റീവ് അനാലിസിസ്. ടു ഇവാലുവേറ്റ് ഗവൺമെൻറ് പോളിസി, ടു അസസ് ഇക്കണോമിക് വെൽഫെയർ, ടു ഗൈഡ് ഡിസിഷൻ മേക്കിംഗ് ഇൻ പബ്ലിക് ഫിനാൻസ്, ടു ഡിറ്റർമൈൻ ഫെയർനെസ് ആൻഡ് എഫിഷ്യൻസി ഇൻ റിസോഴ്സ് അലോക്കേഷൻ. നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത് വാട്ട് ആർ ദി കീ ടൂൾസ് ഓഫ് നോർമാറ്റീവ് അനാലിസിസ്. ഫസ്റ്റ് ഈസ് പാരറ്റോ എഫിഷ്യൻസി, സെക്കൻഡ് ഈസ് ഇക്വിറ്റി ആൻഡ് തേർഡ് ഈസ് സോഷ്യൽ വെൽഫെയർ. അപ്പോൾ ഇത് 3ഉം ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് ടൂൾസ് ഹെൽപ്സ് ഇക്കണോമിസ്റ്റ് ജഡ്ജ് വെദർ എ പോളിസി ഇംപ്രൂവ് സൊസൈറ്റൽ വെൽബീയിങ്. ഈ ടൂൾസ് നമ്മൾ എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നോർമാറ്റീവ് അനാലിസിസിലത്തെ ടൂൾസാണ് ഈ 3 ഈ 3 ടൂൾസും ഇക്കണോമിസ്റ്റുകളെ പോളിസി എന്തെങ്കിലും ഇക്കണോമിക് പോളിസീസ് സൊസൈറ്റിയുടെ വെൽബീയിങ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് വെൽഫെയർ ഇക്കണോമിക്സ് പ്രിൻസിപ്പിൾസ്. എന്താ വെൽഫെയർ ഇക്കണോമിക്സ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്? ഈ നോർമാറ്റീവ് ഇക്കണോമിക് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, നോർമാറ്റീവ് അനാലിസിസിലെ ടൂൾസ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതൊക്കെ സെയിം ആണ്. ചിലപ്പോൾ ടൂൾസ് ഓഫ് നോർമാറ്റീവ് അനാലിസിസ് ഉപയോഗിക്കാം, പ്രിൻസിപ്പിൾസ് ഓഫ് നോർമാറ്റീവ് അനാലിസിസ് ഉപയോഗിക്കാം, വെൽഫെയർ ഇക്കണോമിക്സ് പ്രിൻസിപ്പിൾസ് എന്ന് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ അതിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ തന്നെയാണ്. പാരറ്റോ എഫിഷ്യൻസി, ഇക്വിറ്റി, സോഷ്യൽ വെൽബീയിങ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തതാണ് പാരറ്റോ ഒപ്റ്റിമാലിറ്റി. എന്താ പാരറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ? പാരറ്റോ ഒപ്റ്റിമാലിറ്റി or പാരറ്റോ എഫിഷ്യൻസി. പാരറ്റോ എഫിഷ്യൻസി refers to a state of resource allocation. It's a kind of situation ആണ്, a state of resource allocation where it is impossible to make any individual better off without making at least one other individual worse off. എന്താ അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ 3 ആളുകളുണ്ട് എന്ന് വിചാരിക്കുക. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇവിടെ എന്തുണ്ട്, റിസോഴ്സ് അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ഓരോ ആളുകൾക്കൊരു ഇൻകം ഉണ്ടാവും. എ ചിലപ്പം റിച്ച് ആയിരിക്കും, ബി ചിലപ്പം പുവർ ആയിരിക്കും, സി ചിലപ്പം മിഡിൽ ഇൻകം ആയിരിക്കും. എങ്ങനെയായാലും അവർക്ക് എന്തുണ്ടാവും, ഒരു ഇൻകം സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു വെൽത്ത് സ്റ്റാറ്റസ് ഉണ്ടാവും. റിസോഴ്സ് അലോക്കേഷൻ അവിടെ നടത്തിയിട്ടുണ്ടാവും. ഒരാളുടെ കറൻറ്റ് സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ വെൽഫെയറിൽ റിഡക്ഷൻ ഉണ്ടായാൽ മാത്രമേ മറ്റൊരാളുടെ വെൽഫെയർ ഇംപ്രൂവ് ആവൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ് എന്തെന്ന് പറയുന്നത്, പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവിടെ ഒരു വേസ്റ്റേജും ഇല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട്, റിസോഴ്സസ് കംപ്ലീറ്റ്ലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എഫിഷ്യൻ്റ് ആയിട്ട് റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുണ്ട്.
ഇനി പുതിയതായിട്ട് എവിടെയും റിസോഴ്സസ് ഒന്നുമില്ല ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉള്ള റിസോഴ്സസ് കംപ്ലീറ്റ്ലി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എഫിഷ്യൻ്റ്ലി അലോക്കേറ്റ് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എയും ബിയും സിയും ഉണ്ടെങ്കിൽ എക്കോ ബിക്കോ സിക്കോ ബെറ്റർ ഓഫ് ആവണമെങ്കിൽ മറ്റൊരാൾ വേഴ്സ് ഓഫ് ആവണം. ഇനി ഒന്നും കൂടെ നോക്കി നോക്കൂ. എ സ്റ്റേറ്റ് ഓഫ് റിസോഴ്സ് അലോക്കേഷൻ where it is impossible to make any individual better off without making at least one other individual worse off എന്നുള്ള സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇത് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. It ensures that resources are used efficiently without any waste. ഇപ്പോൾ പറഞ്ഞത് ഒരു വേസ്റ്റും ഇല്ലാതെ റിസോഴ്സസ് എന്ത് ചെയ്തിട്ടുണ്ട്, എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇക്കോണമിയിൽ. ഇൻ സച്ച് എ സിറ്റുവേഷൻ ഓൾ മ്യൂച്വലി ബെനിഫിഷ്യൽ എക്സ്ചേഞ്ചസ് ഹാവ് ഓൾറെഡി ബീൻ കംപ്ലീറ്റഡ് ആൻഡ് എനി ഫെർദർ ചേഞ്ചസ് വുഡ് ഹാം സംവൺ. ഈ ഒരു സിറ്റുവേഷനിൽ പാരറ്റോ എഫിഷ്യൻസി എന്നുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് റിസോഴ്സ് അലോക്കേഷനിൽ മ്യൂച്വലി ബെനിഫിഷ്യൽ എക്സ്ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, എക്സോസ്റ്റഡ് ആണ്. മ്യൂച്വലി ബെനിഫിഷ്യൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എയും ബിയും ബെറ്റർ ആവുന്ന അവസ്ഥ, അല്ലെങ്കിൽ ബിയും സിയും ബെറ്റർ ആവുന്ന അവസ്ഥ, അല്ലെങ്കിൽ എയും സിയും ബെറ്റർ ആവുന്ന ഒരവസ്ഥ. ഇവിടെ എ ബെറ്റർ ആവണമെങ്കിൽ വേറൊരാൾ എന്ത് ചെയ്യണം, വേഴ്സ് ഓഫ് ആവണം. അതാണ് ഇവിടെ ഇനി സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പാരറ്റോ എഫിഷ്യൻസി സിറ്റുവേഷനിൽ സംഭവിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട്, മ്യൂച്വലി ബെനിഫിഷ്യൽ എക്സ്ചേഞ്ചസ് ഹാവ് ഓൾറെഡി ബീൻ കംപ്ലീറ്റഡ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ ഇല്ല. മ്യൂച്വലി ബെനിഫിഷ്യൽ എക്സ്ചേഞ്ച് എന്നുള്ള പോസിബിലിറ്റി ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആൻഡ് എനി ഫെർദർ ചേഞ്ച് വുഡ് ഹാം സംവൺ. എന്തെങ്കിലും ഒരു ഫെർദർ ചേഞ്ച് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരാൾ എന്ത് ചെയ്യും, ഹാം ചെയ്യും എന്നുള്ളതാണ്. Pareto efficiency does not consider how resources are distributed among individuals, meaning an allocation can be efficient even if it is highly unequal. പാരറ്റോ എഫിഷ്യൻസി എന്നുള്ളത് ഒരു വെൽഫെയർ ക്രൈറ്റീരിയ ഓർ വെൽഫെയർ പ്രിൻസിപ്പിൾ ആവുന്നതിൽ എന്തുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എന്താ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, പാരറ്റോ എഫിഷ്യൻസി ഡസ് നോട്ട് കൺസിഡർ ഹൗ റിസോഴ്സസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇൻഡിവിജ്വൽസ്. എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏത് കൺസിഡർ ചെയ്യുന്നില്ല, പാരറ്റോ ഒപ്റ്റിമാലിറ്റി ക്രൈറ്റീരിയ ഓർ പാരറ്റോ എഫിഷ്യൻസി പ്രിൻസിപ്പിൾ കൺസിഡർ ചെയ്യുന്നില്ല. അതായത് എയും ബിയും സിയും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എ റിച്ചാണ്, എക്സ്ട്രീംലി റിച്ചാണ്, അതായത് ഒരു 90% ഓഫ് ഇൻകം ആരുടെ കയ്യിലാണ്, എയുടെ കയ്യിലാണ്. ബാക്കി 10% ആണ് ബിയുടെയും സിയുടെയും കയ്യിലുള്ളത്. ഇവിടെ എന്തുണ്ട്, ഇനീക്വാലിറ്റി ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷേ പാരറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞപ്പം ബീനെ ബെറ്റർ ഓഫ് ആക്കണമെങ്കിൽ എ വേഴ്സ് ഓഫ് ആവണം. എയുടെ ഇൻകം കുറഞ്ഞാലേ ബീനെയോ അല്ലെങ്കിൽ സിനെയോ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളതാണ് പാരറ്റോ എഫിഷ്യൻസി. ഇവിടെ റിസോഴ്സസ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. എങ്ങനെയാണ്, ഹൗ റിസോഴ്സസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ഇൻഡിവിജ്വൽസ് എന്നുള്ളത് ഇത് കൺസിഡർ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് അലോക്കേഷൻ ക്യാൻ ബി എഫിഷ്യൻറ്റ് ഈവൺ ഇഫ് ഇറ്റ് ഈസ് ഹൈലി അൺഈക്വൽ. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകവും എന്താവാം, എഫിഷ്യൻ്റ് അലോക്കേഷനായിട്ട് കൺസിഡർ ചെയ്യും പാരറ്റോ എഫിഷ്യൻസി സിറ്റുവേഷനിൽ. മറ്റൊരാളുടെ വെൽഫെയർ കൂട്ടാൻ വേണ്ടി ഒരാളുടെ വെൽഫെയർ കുറയ്ക്കണമെങ്കിൽ ആ സിറ്റുവേഷനെയാണ് എന്തെന്ന് പറയുന്നത്, പാരറ്റോ എഫിഷ്യൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇക്വിറ്റി. ഇക്വിറ്റി എന്നുള്ളത് ഫെയർനെസ്. Another welfare principle, it says about the fairness in the distribution of income, wealth and economic resources within a society. നമ്മൾ പാരറ്റോ ഒപ്റ്റിമാലിറ്റിയിൽ എന്താ പറഞ്ഞത്, ഇറ്റ് ഫോക്കസസ് ഓൺ എഫിഷ്യൻസി, ഇറ്റ് ഡസ് നോട്ട് അക്കൗണ്ട് ഫോർ ഫെയർനെസ്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷനും എന്താവാം, പാരറ്റോ എഫിഷ്യൻസി ആയിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്ത് കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇക്വിറ്റി പ്രിൻസിപ്പിൾ എന്താ ചെയ്യുന്നത്, ഫെയർനെസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, വെൽത്ത് ആൻഡ് ഇക്കണോമിക് റിസോഴ്സസ് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ്. ഒരു സൊസൈറ്റിക്കകത്ത് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആണോ, വെൽത്ത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ, ഇക്കണോമിക് റിസോഴ്സസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണോ എന്നുള്ളതൊക്കെ നോക്കുന്നതാണ് ഇക്വിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്.
ഈ ഇക്വിറ്റി പ്രിൻസിപ്പിളിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ് കൺസെപ്റ്റ് സച്ച് ആസ് ഹൊറിസോണ്ടൽ ഇക്വിറ്റി ആൻഡ് വെർട്ടിക്കൽ ഇക്വിറ്റി. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഇക്വിറ്റിയിൽ എന്താണ്? വേർ ഇൻഡിവിജ്വൽസ് വിത്ത് സിമിലർ ഇക്കണോമിക് കണ്ടീഷൻസ് ആർ ട്രീറ്റഡ് ഈക്വലി. അതേസമയം വെർട്ടിക്കൽ ഇക്വിറ്റിയിൽ എന്താണ്? അൺഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇക്കണോമിക് കണ്ടീഷനിലുള്ളവരെ ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. വേർ ഇൻഡിവിജ്വൽസ് വിത്ത് ഗ്രേറ്റർ എബിലിറ്റി ടു പേ കോൺട്രിബ്യൂട്ട് മോർ, എസ്പെഷ്യലി ഇൻ ടാക്സേഷൻ സിസ്റ്റം. ടാക്സേഷൻ സിസ്റ്റത്തിൽ റിച്ചർ സെക്ഷൻ എന്ത് ചെയ്യണം? കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം. പുവർ സെക്ഷൻ എന്ത് ചെയ്യണം? കുറച്ച് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടൂ. അപ്പോൾ അൺഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ഇക്കണോമിക് കണ്ടീഷനിലുള്ള ആളുകളെ. പിന്നെന്താ പറയുന്നത്? ഇക്വിറ്റി പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ റെഡ്യൂസിങ് ഇൻകം ഇൻഇക്വാലിറ്റി ആൻഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ്, ബട്ട് പോളിസീസ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ഇക്വിറ്റി മേ സംടൈംസ് ലീഡ്സ് ടു ഇൻഎഫിഷ്യൻസീസ് ഇൻ റിസോഴ്സ് അലോക്കേഷൻ. ഇവിടെ എന്താ പറയുന്നത്? ഇക്വിറ്റി പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ടു റെഡ്യൂസ് ഇൻകം ഇൻഇക്വാലിറ്റി ആൻഡ് പ്രൊമോട്ടിംഗ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ആൻ ഇക്കോണമി. പക്ഷേ പോളിസീസ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ഇക്വിറ്റി may sometimes leads to inefficiencies in resource allocation. ഇക്വിറ്റി മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ, ഇക്വിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കാം? ഇൻഎഫിഷ്യൻസി ഇൻ റിസോഴ്സ് അലോക്കേഷൻ സംഭവിക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഗവൺമെൻറ് എന്ത് കൊടുക്കുന്നു? സബ്സിഡീസ് കൊടുക്കുന്നു ടു ഹെൽപ്പ് പുവർ പീപ്പിൾ. ഇത് ഒബ്വിയസ്ലി ഇത് പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യും. ബട്ട് ഇറ്റ് മേ ലീഡ്സ് ടു ഓവർ യൂസ് ഓഫ് റിസോഴ്സസ്, കോസസ് വേസ്റ്റേജ്. ഹിയർ റിസോഴ്സസ് ആർ നോട്ട് യൂസസ് എഫിഷ്യൻ്റ്ലി. ഇവിടെ എന്ത് ചെയ്യാം? ഇപ്പം എനിക്ക് വേണ്ടിയെങ്കിലും പുവർ പീപ്പിളിന് കൊടുക്കുന്ന ഒരു ഇതാണ്, സബ്സിഡി ആണ് എന്നുള്ളത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാം? വേണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്യാം. ഇപ്പോൾ സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ്, ഇപ്പം റേഷൻ ഷോപ്പിൽ നിന്ന് അരി കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണമെന്നില്ല മണ്ണെണ്ണ, എനിക്ക് വേണമെന്നില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? അത് പോയി വാങ്ങും. അപ്പോൾ റിസോഴ്സസിൻ്റെ അലോക്കേഷൻ എന്താവണമെന്നില്ല? എഫിഷ്യൻ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആവണമെന്ന് ഇല്ല. ഇവിടെ എന്തുണ്ടാവാം? വേസ്റ്റേജ് ഉണ്ടാവും. അത് കൊണ്ടുവന്നിട്ട് അത് യൂസ് ചെയ്യാത്തൊരവസ്ഥ വരാം. വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ഉണ്ടാവാം. പിന്നെ എന്ത് സംഭവിക്കാം? എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യണം, റിസോഴ്സ് യൂസേജ് ഉണ്ടാവണം എന്നില്ല. അതാണ് ഇക്വിറ്റി പ്രിൻസിപ്പിളിൽ പറയുന്നത്. ഇക്വിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? ഫെയർനെസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, വെൽത്ത് ആൻഡ് ഇക്കണോമിക് റിസോഴ്സസ് വിത്തിൻ എ സൊസൈറ്റി. അത് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇക്വിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. തേർഡ് വൺ ഈ സോഷ്യൽ വെൽഫെയർ. എന്താ സോഷ്യൽ വെൽഫെയർ? സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഓവറോൾ വെൽബീയിങ് ഓഫ് the society and it is concerned with maximizing the total satisfaction or utility of all individuals. ഇത് കൺസേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഡീൽ ചെയ്യുന്നത് ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി ഓഫ് ഓൾ ഇൻഡിവിജ്വൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. വെൽബീയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സാറ്റിസ്ഫാക്ഷൻ, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഓർ ടോട്ടൽ യൂട്ടിലിറ്റി ആണ് സൊസൈറ്റിയുടെ വെൽബീയിങ്, ഓവറോൾ വെൽബീയിങ് ഓഫ് സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഇക്കണോമിക് പോളിസി വന്നാൽ ടോട്ടൽ സോഷ്യൽ വെൽഫെയർ, ഓവറോൾ സോഷ്യൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ഒരു നോർമാറ്റീവ് അനാലിസിസിൻ്റെ ടൂള് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെൽഫെയർ ഇക്കണോമിക് പ്രിൻസിപ്പിൾ. It is broader concept that combines both efficiency and equity to evaluate economic outcomes. എന്തെങ്കിലും ഇക്കണോമിക് ഔട്ട്കത്തിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫിഷ്യൻസി, ഇക്വിറ്റി അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ബ്രോഡർ കൺസെപ്റ്റാണ് സോഷ്യൽ welfare. Social welfare is often represented through a social welfare function which aggregates individual utilities into a single measure of societal well-being. ഈ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ യൂട്ടിലിറ്റീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വെൽഫെയർ ഉണ്ടാവും, അതിനെ അഗ്രിഗേറ്റ് ചെയ്യും, അതിനെ ടോട്ടൽ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷനിലൂടെയാണ് എന്ത് കാണിച്ചു തരുന്നത്? സോഷ്യൽ വെൽഫെയർ എന്താണ് സൊസൈറ്റിയിൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. ഈ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ എന്ത് ചെയ്യും? ഈസ് യൂസ്ഡ് ടു റാങ്ക് ഡിഫറെൻറ്റ് ഇക്കണോമിക് അലോക്കേഷൻസ് ബേസ്ഡ് ഓൺ വാല്യൂ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ഇൻഡിവിജ്വൽ വെൽഫെയർ ആൻഡ് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഇൻഡിവിജ്വൽ വെൽഫെയർ, ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, ആ രണ്ട് ക്രൈറ്റീരിയാസ് വച്ചിട്ട് വാല്യൂ ജഡ്ജ്മെൻറ്റ് വഴി ഇക്കണോമിക് അലോക്കേഷൻസിന് റാങ്ക് ചെയ്യും. ഓരോ ഇക്കണോമിക് സിറ്റുവേഷനും
റാങ്ക് ചെയ്യും. It helps in selecting the most socially desirable allocation, especially among multiple Pareto efficient outcomes by balancing efficiency and equity. ഒരു ഡിഫറെൻറ്റ് പാരറ്റോ എഫിഷ്യൻ്റ് ഔട്ട്കംസ് ഉണ്ടാവും. അതായത് എഫിഷ്യൻസി എൻഷുർ ചെയ്യുന്ന ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടാവും, പാരറ്റോ എഫിഷ്യൻ്റ് ഔട്ട്കംസ് ഉണ്ടാവും. പക്ഷെ അതേസമയം അവിടെ എന്തുണ്ടാവണം എന്നില്ല, ഫെയർനെസ് ഓർ ഇക്വിറ്റി ഉണ്ടാവണം എന്നില്ല. ഈ പാരറ്റോ എഫിഷ്യൻസിയും എഫിഷ്യൻസി ആൻഡ് ഇക്വിറ്റി ബാലൻസ് ചെയ്തുകൊണ്ട് നമുക്ക് മോസ്റ്റ് ഡിസൈറബിൾ അലോക്കേഷൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. ഇത് ആക്ച്വലി റാങ്ക് ചെയ്യുന്നതാണല്ലോ. റാങ്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ വെൽഫെയറും ഇൻകം ഡിസ്ട്രിബ്യൂഷനും രണ്ടും കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് എഫിഷ്യൻ്റ് അലോക്കേഷനും ഇക്വിറ്റി പ്രിൻസിപ്പിളും രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട് രണ്ടും ബാലൻസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇക്കണോമിക് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. മോസ്റ്റ് സോഷ്യലി ഡിസൈറബിൾ അലോക്കേഷൻ സെലക്ട് ചെയ്യാൻ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ രണ്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്, രണ്ടും എഫിഷ്യൻസിയും പാരറ്റോ എഫിഷ്യൻസിയും ഇക്വിറ്റി രണ്ടും കൺസിഡർ ചെയ്യുന്ന, രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ട് നോർമാറ്റീവ് അനാലിസിസ് നടത്താൻ പറ്റുന്ന ഒരു ടൂളാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ. സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ നമുക്ക് എന്ത് കാണിച്ചു തരും, മോസ്റ്റ് സോഷ്യലി ഡിസൈറബിൾ അലോക്കേഷൻ ഏതാണ് എന്നുള്ളത് കാണിച്ചു തരും.